സൈബർ തട്ടിപ്പിനും ലഹരി സംഘങ്ങൾക്കും അക്കൗണ്ട് എടുത്തു നൽകുന്നവരെ കണ്ടെത്താൻ കണ്ണൂർ സിറ്റി ജില്ലാ പോലീസും ഓപ്പറേഷൻ സൈഹാൻഡ് 3 എന്ന പേരിൽ പരിശോധന ശക്തമാക്കി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. രാജ്യാന്തര ബന്ധങ്ങൾ വരെയുള്ള വൻ തട്ടിപ്പ് സംഘം വ്യാപകമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതായ കണ്ടെത്തലിനെ തുടർന്നാണ് ഇതിന്റെ അടിവേര് തേടി പോലീസ് ഇറങ്ങിയത്. സൈബർ തട്ടിപ്പ് സംഘവും ലഹരി മാഫിയ സംഘവും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രാദേശികമായി ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കമ്മീഷൻ വാഗ്ദാനം ചെയ്താണ് അക്കൗണ്ട് തട്ടിപ്പ് സംഘം കൈക്കലാക്കുന്നത്. മറ്റൊരാളുടെ പണമിടപാടിന് സ്വന്തം അക്കൗണ്ട് നൽകുന്നവർ ചതിക്കുഴി കൂടി മനസ്സിലാക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സൈഹാൻഡ് 3യുമായാണ് തട്ടിപ്പ് സംഘത്തെ തേടി പോലീസ് ഇറങ്ങിയത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ വ്യാപക പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പുകൾക്ക് വേണ്ടി അക്കൗണ്ട് എടുത്തു നൽകിയവരെയും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽപ്പെട്ട പണം ATM വഴിയും ചെക്ക് വഴിയും പിൻവലിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ പരിശോധിച്ചതിൽ കേരളത്തിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത്. ഓപ്പറേഷൻ സൈഹാൻഡിൽ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം 48 പരിശോധനകൾ നടന്നു. ഇതിൽ 21 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. 48 പരിശോധനകളിൽ 38 എണ്ണം ചെക്ക് വഴിയും 3 എണ്ണം ATM വഴിയുമാണ് പിൻവലിച്ചിട്ടുള്ളത്. 7 എണ്ണം തട്ടിപ്പുകൾക്കായി അക്കൗണ്ട് മറ്റുള്ളവർക്ക് എടുത്തു നൽകിയതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. സൈബർ തട്ടിപ്പുകൾക്കായി സ്വന്തം അക്കൗണ്ട് നൽകുകയോ മറ്റൊരാൾക്ക് അക്കൗണ്ട് എടുത്തു നൽകുകയോ ചെയ്യുന്നവർക്കെതിരെയും തട്ടിപ്പ് പണം ATM ചെക്ക് എന്നിവ വഴി പിൻവലിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.